അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു കുനാഫയാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സാധാരണ കുനാഫ ഡോ വെച്ചിട്ട് തയ്യാറാക്കുന്ന കുനാഫയേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റാണ് ഈ ബ്രെഡ് കുനാഫ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കുനാഫ തയ്യാറാക്കാൻ വേണ്ടി 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഫ്രൈങ് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന ഒരു പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കേണ്ടി വരും. ഞാനിതിപ്പോൾ ഒരു 5-6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ബ്രെഡെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, ബ്രെഡ് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്കൊരു 50 ഗ്രാം മെൽറ്റ് ചെയ്തെടുത്തുള്ള ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ബട്ടർ ബ്രെഡുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവും ബട്ടറൊക്കെ എല്ലായിടത്തും എത്താൻ നല്ലത്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ഇതുപോലെ കൈ വെച്ചൊന്ന് ഉരുട്ടി നോക്കിയിട്ടെങ്കിൽ ഒന്ന് ഷേപ്പായി കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിതിൽ ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിനി മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിന് നമ്മൾ കൂടുതൽ വറ്റിച്ച് ഒറ്റ നൂൽപ്പരുവാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം പിന്നെ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം തീ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ റോസ് എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു 3-4 ഇതൾ സാഫ്രോണും കൂടെ ചേർത്ത് കൊടുക്കാം. സാഫ്രോൺ ചേർക്കുമ്പോൾ കൂടിപ്പോവരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട നല്ലൊരു ക്രീം ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ 1/4 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. മിൽക്ക് പൗഡറാണ് ചേർക്കുന്നതെങ്കിൽ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാലേ ഈ ക്രീമിന് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നമ്മളിതിൽ കോൺഫ്ലോറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ബബിളൊക്കെ വന്നു തുടങ്ങിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടും കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചൂടാറി വരുമ്പോൾ ഈ ക്രീം ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ കട്ടിയായാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമായി കിട്ടും. പിന്നെ ഞാൻ ഈ കുനാഫയിൽ മോസറല്ല ചീസാണ് ചേർക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ക്രീം ചീസും ചേർത്ത് കൊടുക്കാം. ക്രീം ചീസാണ് ചേർക്കുന്നതെങ്കിൽ അത് ഈ ക്രീമിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. മോസറല്ല ചീസാണെങ്കിൽ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കണ്ട. അത് നമ്മൾ ലാസ്റ്റ് കുനാഫ സെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് മുന്നേ ഒരു സേമിയ വെച്ചിട്ടുള്ള കുനാഫയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ക്രീം ചീസ് തയ്യാറാക്കിയിട്ട് അത് വെച്ചിട്ടാണ് കുനാഫ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് സേമിയയും പാലും വെച്ചിട്ട് ആർക്കും ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു കുനാഫ റെസിപ്പിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുനാഫ സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ പാനിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് കുനാഫ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. പാൻ്റെ സൈഡിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കുനാഫക്ക് നല്ലൊരു കളറ് കിട്ടണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഫുഡ് കളറും കൂടെ ഈ ബട്ടറിൻ്റെ കൂടെ തന്നെ അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ചോ ചേർത്ത് കൊടുത്താൽ മതി. കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിൽ സാഫ്രോൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ചെറുതായിട്ടൊരു യെല്ലോ കളർ ഉണ്ടാവും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ബ്രെഡ് പൊടിച്ചത് 2 ഭാഗമാക്കി മാറ്റാം. അതിലൊരു ഭാഗം നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബ്രെഡിൻ്റെ പകുതി. ഇനി ഇത് ഏകദേശം ഒരേ ലെവലിലൊന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കാം.
എന്നാലും നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ശരിയായിട്ട് വരുള്ളൂ. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്രീമും അധികം സൈഡിലേക്ക് ആക്കാതെ ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ക്രീമും ഞാൻ നന്നായിട്ടൊന്ന് പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മോസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചീസ് ചേർക്കുന്നുണ്ട്. നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ച് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ചീസ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ബ്രെഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് പതുക്കെ പതുക്കെ പ്രസ് ചെയ്ത് ഒരേ ലെവലാക്കിയെടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് മൊരിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ച് കൊടുത്താലൊന്നും അടിയൊന്നും കരിഞ്ഞൊന്നും പോവില്ല. ഇനി അടി കരിഞ്ഞു പോകുമെന്ന് തോന്നുകയാണെങ്കിൽ താഴെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിൽ ഈ പാൻ വെച്ച് കൊടുക്കാം. താഴെ പാൻ വെക്കുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ വെച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. സൈഡൊക്കെ കളറ് മാറി ചെറുതായിട്ടൊന്ന് വിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് വിടിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിത് നേരിട്ടങ്ങ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് വേറൊരു പാനിൽ കുറച്ച് ബട്ടർ തടവിയിട്ട് അതിലേക്ക് അങ്ങ് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാനിൽ കുറച്ച് ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ഈ സൈഡ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തിരിച്ചിട്ട പോലെ തന്നെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു പരന്ന എന്തെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് കുനാഫ 2 സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിത് കഴിക്കാനെടുക്കുന്ന ആ സമയത്ത് മാത്രം ഇതിൽ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ബ്രെഡ് ആയതുകൊണ്ട് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി പോകും. ഒന്ന് സോഫ്റ്റ് ആയാലും ഇതിന് നല്ല ടേസ്റ്റാണ്. ഇനി നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ഇത് ഷുഗർ സിറപ്പ് ചേർക്കാതെയും തയ്യാറാക്കാം. ഷുഗർ സിറപ്പ് ചേർക്കാതെ തയ്യാറാക്കുകയാണെങ്കിൽ നമ്മളിതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ള ക്രീം തയ്യാറാക്കുമ്പോൾ അതിൽ കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്ത പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.